ശ്രീ എ സുഗൂത്ത്, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ടോ? മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് വൈകിട്ട് ചേരുന്നുണ്ട്. അതിനുശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നാളെയും ചേരുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ പ്രഖ്യാപനം നടത്തും. അതിനു മുൻപ് കോൺഗ്രസിൽ നിന്ന് അസോസിയേറ്റ് ഘടകകക്ഷിയായി UDF ഉൾപ്പെടുത്താം എന്ന ക്ഷണം വന്നാൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഞങ്ങൾക്ക് ഈ അപമാനിതരായി പുറകെ നടക്കാൻ അത് വേണ്ടെന്ന് വെച്ച് ഇന്നലെ തൊട്ട് അത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മണ്ഡലത്തിൽ ഫ്ലക്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ മത്സരിക്കാനായി തീരുമാനിച്ചു, അതിനുള്ള സാമഗ്രികളൊക്കെ തയ്യാറാക്കി തുടങ്ങിയോ? പ്രവർത്തകരെ വികാരമാണ് അത് കാണുന്നത്. അത് അനന്തമായി ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് താല്പര്യമില്ല. പക്ഷേ നോക്കൂ സുഗു, ഇപ്പോൾ നിങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ അത് LDFന്റെ ജയത്തിലേക്ക് എത്തില്ലേ? നിങ്ങളുടെ തന്നെ തൃണമൂലിന്റെ തന്നെ ഒരു സർവേ ഞാൻ കണ്ടിരുന്നു. അതിൽ 8 മുതൽ 10% വരെ വോട്ടുകൾ PV അൻവർ കൊണ്ടുപോകും എന്നതാണ്, അല്ലെങ്കിൽ PV അൻവറിന് കിട്ടുമെന്നുള്ളതാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ 44-45% വോട്ടുമായി അവിടെ LDF ജയിക്കില്ലേ? പിണറായി വിജയനെതിരെയല്ലേ നിങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ പിണറായി വിജയന്റെ ടീമിനെ അങ്ങ് ജയിപ്പിക്കുന്നത് അത്രയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഭാഗം എത്രത്തോളം ശരിയാണെന്ന് ജനങ്ങൾ അപ്പോൾ കരുതും? സുഗു ഫോണിലില്ല. സുഗുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് അപമാനിതരായി നിൽക്കുകയാണ്. ആ അപമാന ഭാരം അവരെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സുഗുവിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അഷ്കർ അലി കരിമ്പ തുടരുന്നുണ്ട്. അഷ്കർ അലി കരിമ്പ, പ്രഖ്യാപനം നീട്ടിക്കൊണ്ടുപോവുകയാണ് കോൺഗ്രസ്. അൻവറായി ഒഴിഞ്ഞു പോകട്ടെ എന്ന് കോൺഗ്രസ് കരുതുന്നു, അല്ലെങ്കിൽ UDF കരുതുന്നു എന്ന ഒരു തോന്നൽ തൃണമൂൽ കോൺഗ്രസിനുണ്ടോ? സുഗുവിന്റെ പരാമർശത്തിൽ നിന്ന് അങ്ങനെ ഒരു തോന്നൽ അവർക്കുള്ളതായി തോന്നുന്നു. അവർ വ്രണിത ഹൃദയരായി നിൽക്കുകയാണ്. അത് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് വീണ്ടും അൻവറിനെ ഇറക്കുന്നതിലേക്ക് എത്തിക്കുമോ? സുജയ, അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. തൃണമൂൽ കോൺഗ്രസിനെ UDF നേതൃത്വം അപമാനിച്ചു എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ പങ്കുവെക്കുന്നത്. അവസാനം സുഗുവിനോട് സുജയ ചോദിച്ച ഒരു ചോദ്യം ഞാനും ചോദിക്കുകയുണ്ടായി. അഥവാ പിണറായി സത്യത്തിനെതിരെ പോരാടാൻ ഇറങ്ങിയ തൃണമൂൽ കോൺഗ്രസ് അവസാനം നിലമ്പൂരിൽ മത്സരിച്ച് LDFനുള്ള വിജയസാധ്യത അല്ലെങ്കിൽ LDFനുള്ള വഴി തുറക്കലാകില്ല എന്ന് ചോദിച്ചപ്പോൾ സുഗു നൽകിയ മറുപടി എന്ന് പറയുന്നത്, പിണറായിസം അവസാനിപ്പിക്കുക എന്നുള്ളത് PV അൻവറിന് മാത്രം ബാധ്യതയല്ല, അത് UDFന്റെ കൂടി ഉത്തരവാദിത്തമാണ്. UDFിനില്ലാതെ അത് മുഴുവൻ അൻവറിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. എന്നാൽ അൻവർ അവിടെ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി കൂടിയാണ് എന്നുള്ളൊരു പ്രതികരണമാണ് സുഗു നടത്തിയത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവിടെ PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് ജയിച്ചു കയറാനുള്ള സാധ്യത കൂടുതലൊരുക്കും. UDFന്റെ പരാജയത്തിലേക്കും അത് വഴിവെക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ ഇപ്പോഴും PV അൻവറിനെ കൂടെ നിർത്തണമെന്ന് UDF നേതാക്കൾ ആവർത്തിച്ച് പറയുന്നതിലൊരു സാഹചര്യം കൂടി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടിയാണ്. കാരണം അൻവർ ഇല്ലാതെ അല്ലെങ്കിൽ അൻവർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അവിടുത്തെ UDFന്റെ സാധ്യതയ്ക്ക് വലിയ മങ്ങലേൽക്കും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ സാഹചര്യം. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് അവിടെ മത്സരത്തിൽ ഒരുങ്ങുന്നത്. മാത്രമല്ല ദേശീയ നേതൃത്വത്തിന്റെ ചില വിലയിരുത്തലുകൾ കൂടിയുണ്ട്. ഒന്ന്, ഒരുപക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മൈലേജും അതുപോലെ തന്നെ മീഡിയ കവറേജും അതുപോലെ തന്നെ ജനശ്രദ്ധയും ഒക്കെ കിട്ടുന്നത് നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമ്പോഴായിരിക്കും. PV അൻവർ അവിടെ മത്സരിക്കുന്നതോടെ സംസ്ഥാനത്തേക്കുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെയുള്ള ഒരു എൻട്രിക്ക് അത് വഴിവെക്കുമെന്നുള്ള വിലയിരുത്തലും തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനുണ്ട്. അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് PV അൻവറോട് അവിടെ മത്സരിക്കുമെന്നുള്ള ആവശ്യം തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചത്. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ UDFന്റെ ഭാഗമാക്കാവുക എന്നതാണ് കൂടുതൽ നല്ലത് എന്ന് PV അൻവറാണ് നിലപാടെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ UDFിൽ നിന്ന് അപമാനിക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നലിൽ ഇപ്പോൾ മത്സരിക്കാനുള്ള സന്നദ്ധത അൻവർ അങ്ങോട്ട് അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടുകൂടിയാണ് ഇന്നലെ ഇവിടെ പ്രചാരണത്തിനെത്തേണ്ട നേതാക്കളുടെ ലിസ്റ്റ് അടക്കം കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ വിധത്തിലുള്ള സാമ്പത്തികമായും രാഷ്ട്രീയമായുമുള്ള എല്ലാ പിന്തുണയും ദേശീയ നേതൃത്വം ഇപ്പോൾ PV അൻവറിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നു. അതിനുവേണ്ടിയുള്ള മണ്ഡല തലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെയുള്ള രാഷ്ട്രീയ നീക്കുപോക്കുകൾക്ക് പോലും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിന്റെ ചർച്ചകളിലാണ് പല തൃണമൂൽ കോൺഗ്രസിന്റെ ഭാരവാഹികളും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നാളെ ചേരുന്ന സംസ്ഥാന പ്രവർത്തക സമിതി യോഗവും അതിനുശേഷമുള്ള ഔദ്യോഗിക പ്രഖ്യാപനം എന്നതാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ രണ്ട് യോഗങ്ങളെയും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള രണ്ട് കടമ്പകൾ മാത്രമായാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ PV അൻവർ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ചുരുക്കത്തിൽ. സുജയ. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നിലമ്പൂരിൽ മത്സരിക്കും, പ്രഖ്യാപനം ഉടൻ എന്നത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സ്റ്റാൻഡായി നമ്മൾ കാണുകയാണ്. അപ്പോൾ അടുത്തതായി എന്തായിരിക്കും എന്നതാണ് അറിയേണ്ടത്.